ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇലക്ട്രിക്കലി നമ്മളെ എർത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏകദേശം എക്യുപ്മെൻസുകളാണ്. പിന്നെ അതിൻ്റെ കണക്ടേഴ്സ്, ലെഡ്, അതുപോലെ എൻഡ് ക്യാപ്പ്, ഗ്യാസ്, അതിനുപയോഗിക്കേണ്ട ടൂൾസുകൾ, ഹീറ്റിംഗ് സ്ലീവുകൾ, ഇത്രയുമാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഒരു എർത്ത്, പ്രൊഫഷണലായിട്ട് ഒരു എർത്ത് എങ്ങനെ ചെയ്യാം, അതായത് ഒരു വീട്ടിലെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ നെടുന്തൂണ് എന്ന് വേണം നമ്മൾ ഈ എർത്തിനെ പറയാൻ വേണ്ടി. പക്ഷെ പല ആളുകളും ഇപ്പോൾ നമ്മൾ എർത്ത് ചെയ്യുന്നത് ഏകദേശം ഒരു നേരത്തേക്ക് 1.5 മീറ്റർ ആയിരുന്നു, ഇപ്പോൾ അതിനൊക്കെ മാറി 2.5 മീറ്റർ ആയിട്ടുണ്ട്. എന്നാൽ തന്നെ 2.5 മീറ്റർ ആണെങ്കിൽ തന്നെ GP പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോർമലി എർത്ത്, അതും ലാസ്റ്റ് ഘട്ടങ്ങളിലേക്കാണ് ഈ എർത്തിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴത്തേന് ക്ലയൻറ്റിൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു എർത്തിന് ഇത്ര രൂപയാവും, 6500 രൂപയാവും അതിൻ്റെ എർത്തിൻ്റെ റെഡിമെയ്ഡ് എർത്ത് മേടിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കിറ്റ് എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 10000 രൂപയാവുമെന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ബാക്കോട്ട് അടിക്കും. അതായത് അത്രയും പൈസ മുടക്കിയിട്ട് അങ്ങനെ ഒരു എർത്ത് വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലെത്തും. കാരണം ഇതിനെക്കുറിച്ച്, ആ എർത്തിനെക്കുറിച്ച്, ഇലക്ട്രിക്കലി എർത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ നമ്മളെ ഇലക്ട്രീഷ്യനെ നിരുത്സാഹപ്പെടുത്തുക. അപ്പോൾ ഇലക്ട്രീഷ്യനാണ് എന്ത് ചെയ്യേണ്ടത്, ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതായത് ഭാവിയിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു എർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഉദാഹരണം വെച്ച് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ വണ്ടിക്കൊക്കെ ഇൻഷുർ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ വണ്ടിക്കൊക്കെ ഇൻഷുർ എടുക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഇൻഷുർ എടുക്കുന്നത്? ഇൻ കേസ് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ വണ്ടി എവിടെയും കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ, ആൾ ഡെഡായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുർ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എർത്ത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, എന്തെങ്കിലും അപകടം വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു എർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇൻറ്റേർണൽ പാർട്സുകൾക്കൊന്നും ഡാമേജ് ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. RCCB ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു നല്ല എർത്തിങ് കൊടുത്തിട്ടില്ലെങ്കിൽ, RCCB നിർബന്ധമാണ് എന്തായാലും, RCCB ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ RCCBയുടെ അപാകതയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു സെക്കൻഡറി ഓപ്ഷനാണ് നമ്മളെ എർത്ത്. സെക്കൻഡറി എന്നല്ല, ഒരു പ്രൈമറി ഓപ്ഷൻ എന്ന് വേണമെന്ന് തന്നെ പറയണം. അപ്പോൾ RCCBക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എർത്തിലേക്കാണ് നമ്മളെ കറണ്ട്, എല്ലാ ഡിസ്ചാർജും എർത്തിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ പ്രോപ്പറായിട്ട് മാക്സിമം എത്ര ക്വാളിറ്റിയിലായിട്ട് ഒരു എർത്ത് നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം ക്വാളിറ്റിയിൽ നമുക്ക് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് നമ്മളെ വീടും, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങളും, അതുപോലെ നമ്മളെ ആളുകൾക്കും ഒരുവിധം സുരക്ഷിതമാണ് നല്ല ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എർത്തിങ് ചെയ്യുന്നത്. അപ്പോൾ ആ എർത്തിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശ രൂപം, അതായത് എന്തൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ ടൂൾ ഉപയോഗിക്കാം, എന്തൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, എവിടെ നിന്നൊക്കെ ഇത് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ വിവരണമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൂളിലേക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ടൂൾസുകൾ ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു എർത്തിന് ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് എന്തായാലും മസ്റ്റായിട്ട് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട സാധനങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ ടൂൾസുകളും. കട്ടിംഗ് പ്ലെയർ, ഈ ഒരു പ്ലെയർ എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ സ്ലീവ് എടുക്കുന്ന, കട്ട് ചെയ്യുന്ന സ്റ്റിപ്പർ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ യൂക്കനിൽ വരുന്നതാണ്. ഏകദേശം ഒരു 700-800 രൂപയിൽ വരുന്നതാണ്. പിന്നെ നമ്മളെ ബൂട്ട് ലെഗ് ക്ലിമ്പിംഗ് സോക്കറ്റ്, അതുപോലെ തന്നെ കേബിൾ കട്ടർ, വലിയ കേബിളൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാനും സ്ലീവ് എടുക്കാനും, പിന്നെ ഒരു ചെറിയ ക്രിമ്പിംഗ് ഒക്കെ ഇതിൽ നടക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു മൾട്ടി ഫങ്ഷൻ ഒരു പ്ലെയറാണിത്. ഇതൊക്കെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ടൂൾസായിട്ട് നമുക്ക് വേണ്ടിയത്.
പിന്നെ നമുക്ക് ആവശ്യം നമ്മളെ വലിയ വർക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ക്രിമ്പിംഗ് ടൂളുകൾ, ഒരു 16 വരെയുള്ള ക്രിമ്പിംഗ് ടൂളുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് പോയാൽ മാനുവൽ, ഓട്ടോമാറ്റിക്കൽ, ഹൈഡ്രോളിക് ഡൈകളൊക്കെ ഉണ്ട്. ആ ഡൈകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഒരു വീട്, ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട് കൂട്ടിയാൽ മതി. വലിയ വീട്ടിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട്, ലൈഫിൻ്റെ വീട് കൂട്ടിക്കോളി. ആ ലൈഫിൻ്റെ വീടിന് ഈ സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഈ സാധനങ്ങളെല്ലാം നമ്മൾ ലൈഫിൻ്റെ വീടിൽ എർത്തിന് വേണ്ടി ഉപയോഗിക്കും. എർത്ത് അതിൻ്റെ മറ്റനുബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ നിരത്തി വെച്ചിരിക്കുന്ന എല്ലാ സാധനവും വേണം. അത് നിർബന്ധമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ആരും ചെയ്യില്ല. നമ്മൾ കൂടിപ്പോയാൽ ഒരു വയറെടുക്കും, അതല്ലെങ്കിൽ ഒരു കോപ്പർ എടുത്തിട്ട് പിരിച്ചിട്ട് നേരെ ഒരു 2.5 മീറ്റർ പൈപ്പ്, ഇപ്പോൾ 2.5 മീറ്ററാണ്, 2.5 മീറ്റർ എടുത്ത് GP പൈപ്പ് എടുത്ത് അടിച്ച് ഒരു ചിലവർ SS-ൻ്റെ നട്ട് ബോൾട്ട് വരെ ഇടില്ല. അതും അതിൻ്റെ മേലെ കൊടുക്കുന്ന ഒരു മൈനസ് ഉള്ള ഒരു നെട്ടുണ്ട്, ഒരു ഇരുമ്പിൻ്റെ നെറ്റ്. ആ നെറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് പരിചയപ്പെടുത്തുക. അതായത് ഇതിൻ്റെ എക്സ്പേർട്ടുകളുണ്ട് കേട്ടോ. എക്സ്പേർട്ടുകൾ എന്ന് പറഞ്ഞാൽ എർത്ത് മാത്രം അടിക്കുന്ന ആളുകളുണ്ട്, കണക്ടർ മാത്രം അടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊന്നും ഉദ്ദേശിച്ചിട്ടോ അവർക്ക് വേണ്ടിയിട്ടോ അല്ല, ഇതിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വയറിങ്ങിൽ തിയറി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണലി വയർമാനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. വയറിങ് എല്ലാവർക്കും ചെയ്യാം. ന്യൂട്രൽ, ഫേസ്, എർത്ത്, ഈ സാധനം 1-2 ആഴ്ച കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ തിയറി ഇതിന് നിർബന്ധമാണ്. തിയറി ഇല്ലെങ്കിൽ പല വർക്കുകളും നമ്മൾ അബദ്ധങ്ങളായിരിക്കും ചെയ്തു വെക്കുന്നുണ്ടാകുക. പലപ്പോഴും അത് നമുക്ക് അറിഞ്ഞോളുന്നില്ല. പക്ഷേ നമ്മളെക്കാട്ടിൽ അറിവുള്ള ഒരാളാണ് ക്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ, ആ വീട്ടുടമസ്ഥൻ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പെടും. അപ്പോൾ അതിനാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ആ വർക്കിന് പോകുന്നതിന് മുമ്പ് അതിൻ്റെ തിയറി ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ എർത്തിന് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ എർത്ത് ബെഞ്ച് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് നോർമൽ ഒരു വീടിനാണെങ്കിലും എത്ര ചെറിയ വീടിനാണെങ്കിലും ഇതിൻ്റെ പകുതി മതി, ചെറിയത് മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മളെ ഫോർസിലിംഗ് കട്ടകൾ കിട്ടും. നമ്മൾ ഫ്യൂസ് കരിയർ മാതിരിയുള്ള എർത്ത് ലിങ്ക്, ന്യൂട്രൽ ലിങ്ക് പോലുള്ള കട്ടകൾ കിട്ടും. അതിനെക്കാട്ടിയൊക്കെ ബെറ്റർ ഇതാണ്. ഇതിൻ്റെ ചെറുത് മുതൽ ഏകദേശം 4 ഇഞ്ച് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങോട്ട് നീട്ടിയാൽ മതി. പിന്നെ ഇതിനെ ടിൻ ചെയ്യുന്ന ലെഡാണിത്. അപ്പോൾ ഒരു ലെഡ് മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്കിന് ഉണ്ടാവും. അതല്ല, ഇതിൽ കുറഞ്ഞത് ഇത് ഇപ്പോൾ 1/2 കിലോ ആണ്. അപ്പോൾ ഇതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വർക്കിനൊക്കെ എടുക്കാം. അതായത് ഒരു 2-3 എർത്ത് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തീരും കേട്ടോ. 2 എർത്തൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ലെഡ് പൂശിയിട്ട് നമ്മൾ നിക്ലിൻ ചെയ്യുന്ന സാധനമാണിത്. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് നമ്മൾ എർത്തിന് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ഈ ക്രിമ്പിംഗ് സോക്കറ്റുകൾ. അത് പലതരത്തിലുള്ള ക്രിമ്പിംഗ് സോക്കറ്റുകൾ കിട്ടും. അപ്പോൾ കോപ്പറിൻ്റെ സോക്കറ്റുകളാണ് 2.5 മുതൽ 25, 35, 40, 50 അങ്ങനെ പല റേഞ്ചസിനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8-10 കോപ്പറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വക സാധനങ്ങൾ മതി. അതുപോലെ ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെഡ്, അത് നമ്മുടെ അടുത്ത് കഴിഞ്ഞു പോയി, വൈറ്റ് ലെഡാണ്. വൈറ്റ് ലെഡിൻ്റെ ഇതുപോലുള്ള സ്റ്റിക്കുകളാണ് വരിക. ആ സ്റ്റിക്കുകൾ നമുക്ക് ആമസോണിലൊക്കെ വേണമെങ്കിൽ വരുത്താം. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ സ്ലീവുകൾ. സ്ലീവുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഹീറ്റിംഗ് സ്ലീവുകളാണ്. നോർമൽ സ്ലീവ് പോലുള്ള സ്ലീവ് അല്ല, ഇതൊക്കെ ഹീറ്റിംഗ് സ്ലീവുകളാണ്. ഇതും ഹീറ്റിംഗ് സ്ലീവുകളാണ്. അപ്പോൾ പല സൈസിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും. അത് നമ്മളെ അടുത്ത ഷോപ്പുകളിൽ ചിലപ്പം കിട്ടിയില്ല എന്ന് വരും. പക്ഷേ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ചില ഷോപ്പുകൾ തന്നെ ഉണ്ട്. ഈ എർത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ എറണാകുളം ഭാഗത്തൊക്കെ ഒരു ഷോപ്പ് തന്നെ ഉണ്ട്. എല്ലാ എക്യുപ്മെൻറ്റ്സ് എർത്തുമായി, ലൈറ്റ്നിങ് ആൻഡ് എർത്ത്, അതിൻ്റെ ഫുള്ള് സാധനങ്ങൾ
ഫുള്ള് സെറ്റായിട്ടുള്ളത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇതാണ് നമ്മളെ ക്രിമ്പിംഗ് സോക്കറ്റ് ബൂട്ട് ലെഗ്. അപ്പോൾ ഈ ലെഗൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് നമ്മളൊരു RCCB ആണ്. RCBയിൽ നമ്മൾ ഒരു നോർമലി നമ്മളിത് ചെയ്തു വെച്ച RCCB ആണ്. അപ്പോൾ ഇതിൻ്റെ വയറ് നിങ്ങൾക്കിപ്പോൾ കണ്ടാലറിയാം. നമ്മൾ സാധാരണ ഇതിങ്ങനെ കയറ്റുക, ഇങ്ങനെ നമ്മൾ സ്ലീവ് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഭംഗിയാക്കി നമ്മളിവിടേക്ക് ഒരു ഇൻസുലേഷനൊക്കെ അടിച്ച് ഇങ്ങനെ ഇത്ര കയറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ മാക്സിമം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇതിന് സംഭവിക്കുക. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സ്ലീവ് എടുത്തു കഴിഞ്ഞാൽ, സ്ലീവ് എടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ടൂൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. അതല്ലാത്തതാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ മുകളിൽ സ്ലീവ് എടുക്കുന്ന ഒരു ഇത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് സ്ലീവ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ സ്ലീവ് എടുത്ത് ഈ ബൂട്ട് ലെഗ് ഇട്ട് കറക്റ്റ് ഈ ലെഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ 2.5ൻ്റെ ലെഗാണ്. പക്ഷെ ഞാൻ കൊടുക്കുന്നത് 4ലാണ്. എന്നാലും ഈ ലെഗ് മതി. ഇതുകൊണ്ടോ ഈ വയർ ഇവിടെ എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ ക്രിമ്പിംഗ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് കട്ടായി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാ ടൂളുകളും നമ്മളെ കൈയെത്തും ദൂരത്തായിരിക്കണം. ഇവിടെ അടിച്ച് ഇനി ഞാൻ ഒന്നും കൂടി അടിച്ചു തരാം. അപ്പോൾ 2.5 ആണിത് കണക്ടർ, 4 ആണ് നമ്മളെ വയറ്. പക്ഷേ ധാരാളമാണ്. നമ്മളടിച്ച് ഇനി ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതും ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പ്രസ്സിങ് ആയി. ഈ ഒരു കണക്റ്റിങ്ങും നമ്മൾ നേരത്തെ കാണിച്ച ഇങ്ങനെ ഈ ഒരു കണക്റ്റിങ്ങും തമ്മിൽ നിങ്ങൾക്ക് വളരെ വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാഴ്ചയിൽ ഒരു ഭംഗി, അതും പോരാ ഇത് സേഫും കൂടിയാണ്. ഈ ലെഗ് കറക്റ്റ് ഇതിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടെർമിനൽ കറക്റ്റ് ടൈറ്റായിട്ട് ഇതിലേക്ക് നിൽക്കും. പിന്നെ ഇതൊരിക്കലും പോരില്ല. അതുപോലെ ഇതിൽ ഒന്നിൽ കൂടുതൽ വയറൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടിയ സൈസ് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഈ ബൂട്ട് ലെഗാണ് ഇതിന് പറയുന്നത്. ബൂട്ട് ലെഗ് ഇതിൻ്റെ പല സൈസിൽ വരുന്നുണ്ട്. 2.5 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 1.5 ഉണ്ട്, 12 ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ 12 വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമുക്കതിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു പരിചയപ്പെടുത്താനുള്ള സാധനമാണ് കേബിൾ എൻഡ് ക്യാപ്പ്. ഈ ക്യാപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ന്യൂട്രൽ, അതായത് ഒന്നിൽ കൂടുതൽ ന്യൂട്രലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതും നമുക്കൊന്ന് എടുത്ത് സ്ലീവ് എടുത്ത് ഇപ്പോൾ ഇതൊരു ന്യൂട്രാണ്. ഇങ്ങനെ ഒരു ന്യൂട്ര എടുത്ത് അടുത്തൊരു ന്യൂട്ര എടുത്ത് ഇപ്പോൾ ഇതിൽ നിന്നൊരു ന്യൂട്ര എടുക്കാം. ഇത് തന്നെ എടുക്കാം. ഇപ്പം ഇങ്ങനെ ഒരു ന്യൂട്ര എടുത്ത് ഇത് ചുറ്റി ഇതിൽ നിന്നൊരു ന്യൂട്രൽ നമുക്ക് എടുക്കാം. കട്ട് ചെയ്ത് നമ്മൾ സ്ലീവ് എടുത്തു കഴിഞ്ഞാൽ ഓരോരോ സൈസിൽ ഇടണം കേട്ടോ, എന്നാലേ ക്ലിയറായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ചുറ്റിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യൽ ഇൻസുലേഷൻ ടേപ്പ് അടിക്കലാണ്. ആ ഇൻസുലേഷൻ ടേപ്പ് അടിക്കുന്നതിന് പകരം ഈ ഒരു കേബിൾ എൻഡ് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് റൊട്ടേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ കേബിൾ എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വലത് ഭാഗത്തേക്ക് ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾ ടൈറ്റാവും. കറക്റ്റ് നമുക്ക് 4 or 5 വയർ വെച്ചിട്ട്
ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു സ്പ്രിങ്ങാണ്, അതിൽ അത്രയും കയറി നിന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ന്യൂട്രലിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇതിൽ നിർത്തിയിട്ട് ഇതിന്ന് ഒരു പ്ലഗിലേക്കോ എന്തിലേക്കോ ഇതിൽ നിന്ന് ഒരു ലൂപ്പ് എടുത്തിട്ട് പ്ലഗിലേക്ക് കൊടുത്താൽ മതി. ബാക്കി ഇങ്ങനെ ഇതുപോലെ സേഫായിട്ട് സ്വിച്ച് ബോർഡിനുള്ളിൽ നമുക്ക് സേഫായിട്ട് നിൽക്കും. അതിന് പറ്റിയതാണ്. അതേമാതിരി പുറത്ത് ഔട്ട്ഡോറൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ലൂപ്പ് ചെയ്യണമെങ്കിൽ ന്യൂട്രൽ ലിങ്ക് അടിക്കണമെങ്കിലൊക്കെ ന്യൂട്രൽ ലിങ്കിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേബിൾ എൻഡ് ഗ്യാപ്പ്. അപ്പോൾ പിന്നെ വരുന്നത് നമ്മൾ SS-ൻ്റെ സ്ക്രൂകളാണ്. ഞാൻ പറഞ്ഞു ഫുള്ളി SS നട്ടും ബോൾട്ടുകളും വാഷറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇതൊക്കെ എർത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാം ആമസോണിലും ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. 650 രൂപ ആ കേസിലേ വരുന്നുള്ളൂ. 1-2 കേസ് മേടിച്ച് കഴിഞ്ഞാൽ വർക്കിന് സുഖമായിട്ട് ഉപയോഗിക്കാൻ ഇത് പറ്റും, നമ്മൾ ഏത് വർക്കായാലും. അതുപോലെ തന്നെ ഈ ഗ്യാസ് ലീറ്ററിനൊക്കെ വളരെ തുച്ഛമായ പൈസയെ വരുന്നുള്ളൂ. 140 രൂപയാണ് ഈ ഗ്യാസിന് വരുന്നത്. ഇത് അതുപോലെ തന്നെ ഒരു 250-300 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. ഇത് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയാണ്, ഈ സാധനങ്ങളെല്ലാം നമുക്ക് നിർബന്ധമാണ്. അതായത് ഒരു ഇലക്ട്രീഷ്യൻ എന്ന രീതിയിൽ ഒരു എർത്ത് ചെയ്യുക, അതുപോലെ ഒരു DB സെറ്റ് ചെയ്യുന്ന ആൾക്ക് നിർബന്ധമായിട്ടും വേണ്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കിന് പിന്നെ ഫെറൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ IS സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു വയറിങ്ങിൻ്റെ ഒരു 1ാം ഘട്ടത്തിലേക്ക് വരെ നമ്മൾ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. IS സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു വയറിങ്ങിന് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം അത്രക്കും റൂൾസുകളാണ് നമ്മൾ ഇലക്ട്രിക്കലി ഉണ്ടാവുക. പക്ഷെ ആ റൂൾസൊന്നും നമ്മൾ പാലിക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നഗ്നമായ സത്യം. പക്ഷെ എന്നിരുന്നാലും ഇത്രയെങ്കിലും ഒരു സെറ്റപ്പിൽ നമ്മൾ ഇനി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ കൂടുതൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്കാണ് ഇതിന് ചാൻസുകൾ കൂടി വരുന്നത്. അതായത് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേഷൻ വരുമ്പോൾ നമ്മളതിൻ്റെ പുറകെ ഓടിയിട്ടില്ലെങ്കിൽ, പുറകെ നടന്നാൽ പോരാ, ഓടുക തന്നെ വേണം. അപ്ഡേഷൻ്റെ പുറകെ ഓടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറകിലായി പോകും. അപ്പോൾ ഇതുപോലുള്ള ടൂൾസുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള സ്ലീവുകളൊക്കെ എല്ലാം നിങ്ങൾ റിക്വയർമെൻറ്റ് കൊടുക്കുക. എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഷോപ്പുകളുണ്ടാവും. ആ ഷോപ്പിൽ അവൈലബിലിറ്റി എല്ലാ സാധനവും കിട്ടുന്ന ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിൽ നിന്ന് എല്ലാ സാധനവും മേടിക്കുക. ഇന്ന സാധനങ്ങൾ മൊത്തം ലിസ്റ്റാക്കി കൊടുത്താൽ മതി. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് ഇലക്ട്രിക്കലി നമ്മൾ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളാണ്. ചിലവർക്ക് അറിയാത്തതിൻ്റെ കാരണത്താലായിരിക്കും ഈ സാധനങ്ങളൊക്കെ പേര് പറയാൻ അറിയാത്ത ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കക്കാർക്കുള്ള വീഡിയോ ആണ്, എക്സ്പേർട്ടുകൾക്കുള്ളതല്ല. തുടക്കക്കാർക്ക് ഇത് കണ്ട് മനസ്സിലാക്കാനും അതുപോലെ ഇന്ന സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്, ഇതൊക്കെയാണ് ഇലക്ട്രിക്കലി ഉപയോഗിക്കുന്നത് എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ എർത്തും ഇതിൻ്റെ DB ഡ്രസ്സിങ്ങും ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.